ഹായ് ഓൾ, വെൽക്കം ടു ബയോസ്റ്റിക് ബയോളജി. ഞാൻ സിദ്ധാർത്ഥ്, സുവോളജി ട്യൂട്ടറാണ് ബയോസ്റ്റിക് ബയോളജിയിലെ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ചാപ്റ്റർ നോൺ ആസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഓഫ് ക്ലാസ് 12. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ സുവോളജിയിലെ ആദ്യത്തെ 12th ചാപ്റ്ററാണ്. നമ്മൾ ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റീപ്രൊഡക്ഷനെ പറ്റിയിട്ടും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആൻഡ് ഇതിന് കഴിഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ അതിന് കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സോ ലെറ്റ്സ് ടോക്ക് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദീസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് എവരിത്തിങ്. ഓക്കെ, ഇവിടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യേണ്ടത് സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടേം വിച്ച് ഇസ് ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിന് 2 ജെൻഡേഴ്സ് ഉണ്ടാവുമല്ലോ. ദാറ്റ് ഈസ് ഒന്ന് മെയിലും ഒന്ന് ഫീമെയിൽ ജെൻഡേഴ്സും ഉണ്ട്. അപ്പം ആ ഫീമെയിലും മെയിലിലും ഓരോ ഗ്യാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ആ റീപ്രൊഡക്റ്റീവ് സെല്ലുകളുടെ പ്രത്യേകത, ഇവർ രണ്ടുപേരും കോപ്പുലേഷൻ്റെ സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ഇസ്, ഇപ്പം ഒരു കപ്പിൾ ഇഫ് ദേ ആർ ചൂസിങ് ഒരു കറക്റ്റായിട്ട് ഒരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് ഒരു കറക്റ്റ് സമയത്ത് കോപ്പുലേറ്റ് ചെയ്തിട്ട് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ 40th ഡേക്കൊക്കെ ആയിരിക്കും അവർ മിക്കവാറും അത് പ്രിഫർ ചെയ്യുക. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേം വിച്ച് ഇസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ് എന്ന് പറയുന്ന സാധനം എവിടെ എത്തും? ഇറ്റ് വിൽ റീച്ച് ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ആൻഡ് പിന്നീട് അത് അതിൻ്റെ ഒരു ട്യൂബ് ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതൊക്കെ നമ്മൾ പഠിക്കും. അതിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെർട്ടിലൈസ് ആയിട്ട് സൈഗോട്ടായിട്ട് മാറും. ഓക്കെ, ഈ സൈഗോട്ടിൻ്റെ പ്രത്യേകത വേറൊന്നുമില്ല, ഈ സൈഗോട്ടാണ് പിന്നീട് ബേബി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അപ്പുറത്ത് നമ്മൾ വേറൊരു ടേം കാണുന്നുണ്ട് വിച്ച് ഇസ് ദി വിവിപാരസ് ഓർഗാനിസംസ്. വിവിപാരസ് എന്ന് പറയുമ്പോൾ വേറൊന്നും കാര്യമായിട്ടില്ല. വിവിപാരസ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് വെൻ യു ടോക്കിംഗ് അബൌട്ട് വിവിപാരസ് ഓർഗാനിസംസ്, ഇപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ്, ദാറ്റ് ഈസ് സപ്പോസ് നമ്മുടെ ഹ്യൂമൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലായിരിക്കും, മീൻസ് നമ്മുടെ യൂട്രസിലായിരിക്കും കുട്ടി വളരുക, അല്ലേ? അപ്പം പക്ഷേ മറിച്ച് നമ്മുടെ കോഴിയുടെ ഒക്കെ കേസിൽ എന്തായിരിക്കും, ഷെല്ലുള്ള എഗ്ഗൊക്കെ ഉണ്ടായിട്ട് അതിലാണ് ഇരുന്നിട്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഇതാവുക, അല്ലേ? സോ അതായിരിക്കും ഡിഫറൻസ്. സോ ഒവിപാരസ് എന്ന് പറയുമ്പോൾ എഗ് ലേയിങ് ഓർഗാനിസംസാണ്, എഗ് ലേ ചെയ്തിട്ട് അങ്ങനെ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഉള്ളിൽ തന്നെ ആയിരിക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. വിവിപാരസ് ഓർഗാനിസംസ് ആയിരിക്കും. ഇവിടെ ഷെല്ല് വെച്ച് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇൻസൈഡ് ദ സിസ്റ്റം തന്നെ ആയിരിക്കും, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ബോഡി തന്നെ ആയിരിക്കും ഇതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുക. സോ ദിസ് ഇസ് അബൌട്ട് വിവിപാരസ് ഓർഗാനിസംസ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് വിൽ ബി പ്രൊമോട്ടിങ് വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു പാരൻ്റൽ ഓഫ്സ്പ്രിങ്ങിൽ നിന്നും അടുത്ത ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് പാരൻ്റൽ പ്രൊജനിയിൽ നിന്നും അടുത്ത ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സം ജീൻസ് മേ ഹാവ് ചേഞ്ച്ഡ്. അപ്പം ക്രോസിങ് ഓവർ ലിങ്കേജ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രൊജനിയിൽ നിന്നും അടുത്ത പ്രൊജനിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ വേരിയേഷൻ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്യൂച്ചറിൽ അത് എവല്യൂഷൻ സംഭവിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നൗ ടോക്കിംഗ് അബൌട്ട് ദി നെക്സ്റ്റ് തിങ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത് കോപ്പി പോലെ ഉണ്ടാക്കും. ദാറ്റ് ഈസ് ലൈക്ക് ഫോട്ടോകോപ്പീസ് ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും ഈ ഓഫ്സ്പ്രിങ് ഉണ്ടാവുക, ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി നെക്സ്റ്റ് തിങ് ഇൻ ഡീപ്പ്. റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കുറച്ച് ഈ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ആദ്യത്തെ നമ്മൾ നോക്കുന്നതാണ് ഗാമറ്റോജെനസിസ്. നമുക്ക് ആദ്യം മെയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, മെയിലിൻ്റെ ഗാമീറ്റ് വിച്ച് ഇസ് നോൺ ആസ് ദി സ്പേമിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു അഡോളസെൻ്റ് ഏജൊക്കെ എത്തുന്ന സമയത്തായിരിക്കും ഈ പറയുന്ന ഇതിൻ്റെ വളരെ അധികം പ്രൊഡക്ഷൻ തുടങ്ങുക. അപ്പം അതിന് ശേഷം ദാറ്റ് ഇസ് കുറേ കഴിഞ്ഞിട്ട് വയസ്സായി കഴിഞ്ഞാലും ഈ സാധനം സ്റ്റോപ്പ് ചെയ്യില്ല. ലാസ്റ്റ് നിമിഷം വരെ നിങ്ങളുടെ മെയിൽസിൻ്റെ ലാസ്റ്റ് നിമിഷം വരെ എന്ത് ചെയ്യും? ഈ പറയുന്ന സാധനം ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഹ്യൂമൻ എഗ് ഓർ ഓവം. ദാറ്റ് ഈസ് ഫീമെയിൽ ഗാമീറ്റാണ്. ഫീമെയിൽ ഗാമീറ്റിനെ നമ്മൾ സ്റ്റാർട്ടിങ് ഇത് എവിടെ നിന്നാണ് ഉണ്ടാകാൻ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ ബേബിയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ടായതിന് ശേഷമൊക്കെ, മീൻസ് ഉള്ളിൽ തന്നെ നമ്മുടെ വയറ്റിൽ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഇത് പറയുന്ന ഇതിൻ്റെ ഇതൊക്കെ മീൻസ് ഓവം പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവും. അത് ജനിച്ച് വളർന്ന് ഇതായി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ദ എമൗണ്ട് ഓഫ് ദി ഓവം വിൽ ഗെറ്റ് ഡൗൺ.
ഓക്കെ, അപ്പം ഇതാണ് ഗാമറ്റോജെനസിസ്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം? ദാറ്റ് ഇസ് ഇൻസെമിനേഷൻ. വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ സ്പേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. ആ പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ കോപ്പുലേഷൻ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് സെയിം സ്പേംസിനെ നമ്മൾ മെയിൽ എന്ത് ചെയ്യുന്നു, ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുന്നു. ഓക്കെ, നമ്മളിതിനെ നോട്ട് ഓൺലി ഈ ഹ്യൂമൻലി പോസിബിൾ അല്ലാണ്ട് മീൻസ് ഹ്യൂമൻലി പോസിബിൾ ആണ് വേണ്ടത് ശരിക്കും. പക്ഷേ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന കുറേ ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് യൂസിങ് ഈ പറഞ്ഞ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലത്തെ പല ടെക്നിക്സും ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കണം? വിച്ച് ഇസ് ദി ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, ദാറ്റ് ഇസ് ഫെർട്ടിലൈസേഷൻ. വേറൊന്നുമില്ല, ഈ പറഞ്ഞ സ്പേം അവിടെ എത്തി, അതെത്തിയിട്ട് സെർവിക്സ്, വജൈന, യൂട്രസ് വഴി പിന്നെ എവിടെ എത്തും? നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിലൂടെ ആംപുല എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ ആംപുല എന്ന് പറയുന്ന റീജിയനിൽ അവിടെ മറ്റേ ഓവം ഇസ് റെഡി ഫോർ ദ ഫെർട്ടിലൈസേഷൻ. ആ ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പേം വന്ന് ഫെർട്ടിലൈസ് ആവും. ഫെർട്ടിലൈസ് ആയിട്ട് എന്തായി മാറും? സൈഗോട്ടായി മാറും. ഓക്കെ, നെക്സ്റ്റ് സൈഗോട്ട് എന്ന് പറയുമ്പോൾ സൈഗോട്ട് കുറേ നാൾ എടുത്തിട്ട് എന്ത് ചെയ്യും ഇവർ? സൈഗോട്ട് റിപ്പീറ്റഡ് ഡിവിഷൻസ് നടന്നിട്ട് ഒരു സ്റ്റേജ് ഉണ്ട് വിച്ച് ഇസ് നോൺ ആസ് ബ്ലാസ്റ്റോസിസ്റ്റ്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ രണ്ടെണ്ണം ഉണ്ട്, വിച്ച് ഇസ് ട്രോപ്പോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ സെൽ മാസ് എന്ന് പറഞ്ഞിട്ട്. ഇന്നർ സെൽ മാസ് പിന്നീട് ഇതിനെയൊക്കെ കുറേ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടോ. ദാറ്റ് ഈസ് എക്ടോഡോം, എൻഡോഡോം, മീസോഡോം. ആ ഓരോ ഇതിലും അതിൻ്റേതായിട്ടുള്ള സ്റ്റെം സെൽസ് ഉണ്ട്. ആ ഓരോ സ്റ്റേജുകളിലും ആ സ്റ്റെം സെൽസ് പിന്നീട് ടിഷ്യൂസിനും ഓർഗൻസിനും എന്ത് കിട്ടും? ഇതായിട്ട് മാറും. ഓക്കെ, അപ്പം ഈ സാധനം ഈ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ആൻഡ് അറ്റാച്ച് ടു ദി യൂട്രൈൻ വാൾ. യൂട്രസിൻ്റെ വാളിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ അറ്റാച്ച് ചെയ്ത സാധനം വലുതായി പിന്നീടാണ് വലുതായി എന്തായി മാറുന്നത്? ഈ ഒരു ബേബി ആയിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് അവിടെ പ്ലാസൻ്റ ഉണ്ടാവും. ആൻഡ് പ്ലാസൻ്റയ്ക്ക് ഉള്ളിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അപ്പം നമ്മളിപ്പോൾ ഒരു സർജിക്കൽ ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഞ്ചെക്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത കാര്യം നോക്കുന്നത് ദാറ്റ് ഇസ് നത്തിങ് അതർ ദാൻ ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ജസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല. ജസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ 9 months ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മൾ ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇനി അടുത്ത സാധനമാണ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ ഇസ് നോട്ട് എ സിമ്പിൾ തിങ്, ബിക്കോസ് ഇതിന് 3 ഇതുണ്ട്. ദാറ്റ് ഈസ് ന്യൂറോ, മസ്കുലാർ ആസ് വെൽ ആസ് എൻഡോക്രൈൻ മെക്കാനിസം ഇതിന് ആവശ്യമാണ്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പം മദറിന് പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്സിറ്റോസിൻ ഇഞ്ചെക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും? മദറിന് ഡെലിവറി ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടാവുമല്ലോ. സോ അത്രയേ ഉള്ളൂ ഡെലിവറി ഓഫ് ദ ബേബി വിച്ച് ഇസ് നോൺ ആസ് പാർച്ചുറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ പറഞ്ഞതാണ്. 50 വയസ്സ് വരെയൊക്കെ ആയിരിക്കും മിക്കവാറും ഫീമെയിലിൽ ഓവം പ്രൊഡക്ഷൻ ഉണ്ടാവുക. മെയിലിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഈ ഡെത്ത് വരെയൊക്കെ ഉണ്ടാവും. ആ ഒരു സമയം വരെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് രണ്ടിനും ഡിഫറൻസുകൾ റീപ്രൊഡക്റ്റീവ് എവൻസിലുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ ചാനൽ. വെയിറ്റ് ഫോർ ദ part 2 which is male reproductive system.